ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇറവയ്ക്ക് ചോറ് കൊടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി അവളെയൊക്കെ സുന്ദരി കുട്ടപ്പിയാക്കി. എന്നിട്ട് നമ്മൾ അടുത്തുള്ള നമ്മുടെ പള്ളിയിലേക്കാണ് പോയത്. കുഞ്ഞുങ്ങൾക്ക് 4 പേർക്ക് നമ്മൾ മഞ്ഞ ഷെയ്ഡ് വരുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ അവിടെ അന്ന് റോഡ് പണി ആയത് കാരണം നമ്മൾ ഫ്രണ്ടിൽ KP റോഡിലോട്ട് കയറി എന്നിട്ടാണ് നമ്മൾ ഓട്ടോ പറഞ്ഞ് അങ്ങനെ അവിടോട്ടാണ് ഓട്ടോ വന്നത്. അമ്മായും അമ്മച്ചിമായും നാത്തൂനും കുഞ്ഞുമാവകളോട് ഓട്ടോയിലും അത്തായും മാമായും സ്കൂട്ടറിലും ഞാനും അമീനായും കുഞ്ഞുമാവയും ചിന്നമ്മായും കൂടെ നടന്നുമാണ് പള്ളിയിലേക്ക് പോയത്. നമ്മുടെ അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് ഉണ്ട് നടന്നു പോകാൻ. അങ്ങനെ വഴിയോര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് പോയത്. അങ്ങനെ ഒരിടത്ത് നിന്നപ്പോഴത്തേക്ക് ഒരു വീടിന്റെ ഫ്രണ്ടിൽ നല്ല മഞ്ഞ നീളമുള്ള പപ്പായ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ചെടികൾ, പിന്നെ ആ കനാലിന്റെ അവിടെ ഇങ്ങനെ ആമ്പൽ ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുന്നത് കണ്ടു. പിന്നെ കുറെ പൂക്കളും പിന്നെ സൂര്യാസ്തമയവും ഒക്കെ കണ്ട് നല്ല ഭംഗിയായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ. അപ്പം നമ്മൾ മലയിലോട്ടുള്ള ഒരു പള്ളിയിലോട്ടാണ് കയറിപ്പോയത്. അപ്പം മേട്ടുപുറം എന്ന് പറയും, നമ്മുടെ അടുത്തുള്ള പള്ളിയാണ്. പിന്നെ ഇതെന്റെ ഫ്രണ്ടിന്റെ വീടാണ്. അപ്പം പാലുകാച്ചൊക്കെ കഴിഞ്ഞു. എന്നെ വിളിച്ചായിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം അവളിവിടെ ഇല്ല, നാട്ടിലില്ല, അല്ലെങ്കിൽ ഒന്ന് കയറാമായിരുന്നു. എനിക്ക് പകരമായിട്ട് അന്ന് പോയത് അമീനായും അമ്മച്ചമ്മായും ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെ പകുതി വഴി വന്നപ്പോൾ മാമ വന്ന് കുഞ്ഞുമാവയെ വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ നമ്മൾ വേഗം തന്നെ യാസീനൊക്കെ ഓതിയതിന് ശേഷം പായസമൊക്കെ എടുത്തു. അങ്ങനെ പായസമൊക്കെ കൊടുത്തു കുഞ്ഞുമാവയ്ക്ക്. അങ്ങനെ ഓരോരുത്തരായിട്ട് പായസം കൊടുക്കാൻ തുടങ്ങി. ആദ്യം അത്താണ് കൊടുത്തത്, പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് പായസം കൊടുത്തു. പിന്നെ അമ്മ കൊടുത്തു, അമ്മച്ചമ്മ കൊടുത്തു, ചിന്നമ്മ കൊടുത്തു, പിന്നെ ആമിന കൊടുത്തു. ആമിന കൊടുത്തപ്പോൾ കുഞ്ഞുമാവ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഉമ്മിയല്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ മാമ കൊടുത്തു, ഞാൻ കൊടുത്തു. പിന്നെ കുഞ്ഞുമാവയ്ക്ക് കൊടുത്തവരൊക്കെ ആണെങ്കിൽ കുഞ്ഞിക്ക് ഇച്ചിരിയൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞുമാവയ്ക്ക് കൊടുത്തപ്പോൾ കുഞ്ഞി ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു. ഞാനും ഇച്ചിരി കുഞ്ഞിക്ക് കൊടുത്തു. പിന്നെ നമ്മൾ അവിടെ വന്നവർക്കെല്ലാം പായസം കൊടുത്തു. പിന്നെ അവിടെ പായസം കൊണ്ടുവന്നവരെല്ലാം നമുക്ക് തന്നു, നമ്മളും വാങ്ങിച്ചു കുടിച്ചു. പല വെറൈറ്റി ആയിട്ടുള്ള പായസം ഉണ്ടായിരുന്നു. അമീനയുടെ ജോലി കുഞ്ഞുമാവകളെ നോക്കുക എന്നുള്ള ഡ്യൂട്ടി ആയിരുന്നു അവളുടേത്. പിന്നെ ഫ്രീ ആയിട്ട് നിന്നവരുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാനും ഒന്ന് യാസിൻ ഒരു ദുആ ചെയ്തു. പിന്നെ കുഞ്ഞിയും ദേഹാം വാവയും കൂടെ കളിക്കുവാണ് അവിടെ ഇരുന്നിട്ട്. പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവരെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് കളിക്കുവാണ്. പിന്നെ പായസം കുടിക്കാനുള്ളവരെല്ലാം പായസം കുടിച്ചതിന് ശേഷം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ചിന്നമായും അമീനായും വീട്ടിലേക്ക് പോയി. അമ്മച്ചമായും ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ആദികഷ്ണങ്കര പള്ളിയിലേക്ക് പോയി. അവിടത്തേക്കും ഉണ്ടായിരുന്നു പായസം. അങ്ങനെ നേരെ ഓട്ടോയിൽ നമ്മൾ അവിടെ ചെന്ന് പായസമൊക്കെ വിളമ്പി. അപ്പോൾ പായസം വിളമ്പിയിട്ടപ്പം അവിടെ മുഴുത്തില്ല. പിന്നെയും വീട്ടിൽ വന്ന് അത്തായും മാമായും കൂടെ വന്ന് പായസമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വീണ്ടും കൊടുത്തു. വന്ന് മഗ്‌രിബ് കഴിഞ്ഞ് ഒരുപാട് ആളുകളുണ്ടായിരുന്നു, നിസ്കരിച്ചിട്ട് ഇറങ്ങിയവരും പിന്നെ അവിടെ പള്ളിയിൽ വന്നവരും ഒക്കെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പായസമൊക്കെ വാങ്ങിച്ചു കുടിച്ചു. പിന്നെ ഫ്രീ ആയിട്ട് നിന്നവരെ മക്കളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഓരോരുത്തർ പോയി യാസീൻ ഓതി ദുആ ചെയ്തു. അങ്ങനെ പറ്റത്തുള്ളായിരുന്നു. റോഡ് അടുത്തും പിന്നെ മക്കൾ ഭയങ്കര കുരുത്തക്കേടും ഒക്കെ ആയിരുന്നു. ഇപ്പോഴാണ് 2 കുഞ്ഞുവാവകളെ കണ്ടത്, 2 ട്വിൻസ് മക്കൾ. പിന്നെ അവരെ പരിചയപ്പെട്ടു. ഇപ്പോൾ ഇവരുടെ പ്രായം തന്നെയാണ്. അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി. പിന്നെ നമ്മൾ അവിടെ നിന്ന് യാസീനൊക്കെ ഓതി ദുആ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.